എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ മിൽക്ക് ഷേക്ക്. ഈ ചൂടത്ത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. താമസിപ്പിക്കുന്നില്ല, റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുൻപ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. ആദ്യം നമുക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാരമൽ സോസ് തയ്യാറാക്കിയെടുക്കണം. അതിനൊരു പാനിലേക്ക് അളവ് കപ്പിന് 1/2 കപ്പ് പഞ്ചസാര നിരത്തിയിട്ട് കൊടുക്കാം. ഇനി തീ ഓണാക്കി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഷുഗർ മെൽറ്റാക്കി എടുക്കണം. ഈ സമയത്തൊന്നും ഇളക്കി കൊടുക്കണ്ട കേട്ടോ. ഇപ്പോൾ പഞ്ചസാര മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് പാൻ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര കുറച്ചുകൂടി മെൽറ്റായി കളറൊക്കെ നന്നായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് ഷുഗർ മെൽറ്റാക്കി എടുക്കണം. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അൺസോൾട്ടഡ് ബട്ടറാണ്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ബട്ടറൊക്കെ നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് ചൂടുള്ള ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്രഷ് ക്രീമാണ്. നമുക്കിതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇന്ന് ഞാനിവിടെ കാരമൽ സോസ് ലൂസാക്കിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്തിരിക്കുന്നത്. തിക്കായിട്ടുള്ള കാരമൽ സോസ് ഉപയോഗിച്ച് നമ്മൾ ഷേക്ക് ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ, ഫ്രോസൺ പാലിലേക്ക് ചേർത്ത് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് സോസ് മിക്സ് ആകാതെ നല്ല കട്ടയായിട്ട് കിടക്കും. ലൂസായിട്ടുള്ള സോസ് ചേർത്താൽ കുഴപ്പമില്ല, നന്നായിട്ട് മിക്സായി കിട്ടിക്കോളും. ഇനിയിപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന്, അതായത് കേക്ക് ഉണ്ടാക്കുന്നതിനോ ഐസ്ക്രീമിൻ്റെ ടോപ്പിംഗ് ആയോ ഉപയോഗിക്കുന്നതിന് തിക്കായിട്ടുള്ള കാരമൽ സോസ് വേണമെങ്കിൽ 1/2 കപ്പിന് പകരം 1/4 കപ്പ് ഹോട്ടായിട്ടുള്ള വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ എടുത്താൽ മതി കേട്ടോ. ബാക്കിയെല്ലാം സെയിം പ്രോസസ്സ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ കാരമൽ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്യാം. സോൾട്ടഡ് ബട്ടറാണ് നിങ്ങളിതിലേക്ക് ചേർക്കുന്നതെങ്കിൽ എക്സ്ട്രാ ഉപ്പ് ചേർക്കണ്ട കേട്ടോ. ഇനി നമുക്കിത് ചൂട് നന്നായി ആറുന്നതിന് വേണ്ടി മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കാം. അടുത്തത് നമുക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് മിക്സിയുടെ വലിയ ജാറിലേക്ക് 2 കപ്പ് ഫ്രോസൺ പാൽ ഇട്ട് കൊടുക്കാം. 1/2 ലിറ്റർ പാൽ തിളപ്പിച്ചാറിയതിന് ശേഷം ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയിട്ട് പൊട്ടിച്ചെടുത്തതാണിത്. ഈ ഫ്രോസൺ പാലിന് പകരം തണുപ്പിച്ച പാലെടുത്താലും മതി കേട്ടോ. അടുത്തത് നമുക്കിതിലേക്ക് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കണം. ചെറിയ സ്കൂപ്പ് ആയതുകൊണ്ട് ഞാനിവിടെ 4 സ്കൂപ്പ് ഐസ്ക്രീം എടുക്കുന്നുണ്ട് കേട്ടോ. വലിയ സ്കൂപ്പാണെങ്കിൽ 2ഓ 3ഓ എടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാരമൽ സോസിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തത് 2 ടേബിൾ സ്പൂൺ ബട്ടർ സ്കോച്ച് ചിപ്സ് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണേ. അവസാനമായിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിവയെല്ലാം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതുപോലെ തന്നെ ഈ വേനൽക്കാലത്ത് ട്രൈ ചെയ്യാൻ പറ്റിയ കുറച്ച് മിൽക്ക് ഷേക്സിൻ്റെയും ഡ്രിങ്ക്സിൻ്റെയും റെസിപ്പീസ് നമ്മുടെ ഈ ചാനലിൽ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവയുടെ ലിങ്ക് ഐക്കാർഡിലും എൻഡ് സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. സമയമുള്ളപ്പോൾ എല്ലാവരും കാണുകയും ഉണ്ടാക്കി നോക്കുകയും ചെയ്യണേ. വളരെ നല്ല റെസിപ്പീസാണ് അവയെല്ലാം. ഇതിൽ ചേർത്തിരിക്കുന്ന ബട്ടർ സ്കോച്ച് ചിപ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ ഇട്ടിരിക്കുന്ന ബട്ടർ സ്കോച്ച് ബ്ലോണ്ടി കേക്കിൻ്റെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് മുകളിൽ ഐക്കാർഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതും കൂടി ഒന്ന് കാണണേ. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 വലിയ സെർവിങ് ഗ്ലാസ് മിൽക്ക് ഷേക്ക് ഉണ്ട് കേട്ടോ ഇത്. കാരമൽ സോസും ബട്ടർ സ്കോച്ച് ചിപ്സും അധികം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ഈ ചൂടുകാലത്ത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഒത്തിരി ഇഷ്ടപ്പെടും അവർക്ക്, നമുക്കും കുടിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ.
അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്